ഫാമിലി ബിസിനസ് അത് നടത്തുന്നവർ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ ഒരുപാട് വൈകല്യം കാണിക്കുന്നു, അല്ലെങ്കിൽ വൈമനസ്യം കാണിക്കുന്നു. എന്നാൽ അത് ഏറ്റെടുത്ത് നടത്തേണ്ട അടുത്ത തലമുറയിൽപ്പെട്ട യുവാക്കൾ ബിസിനസ്സിലേക്ക് വരാൻ വലിയ താല്പര്യമില്ലാതെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ, IT കമ്പനിയിൽ മറ്റ് ജോലി കിട്ടിയാൽ അവിടെ മതി എന്ന് വരുന്ന അവിടേക്ക് പോകുന്നു. അപ്പോൾ 2-3 തലമുറയായി നടത്തി വരുന്ന ഒരു ഫാമിലി ബിസിനസ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യവുമായി ഒരുപാട് പേർ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഒരു ഫാമിലി ബിസിനസ്സിനെ എങ്ങനെയാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറുക, എങ്ങനെയാണ് ട്രാൻസിഷൻ സ്മൂത്ത് ആക്കുക എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്ന വീഡിയോയാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുക. എന്ന് മാത്രമല്ല, ഇതിൻ്റെ താഴെ ഞാൻ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു ചെക്ക് ലിസ്റ്റാണിത്. ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ഫിൽ ചെയ്ത് സ്വയം വിലയിരുത്തുക. നിങ്ങൾ ഫാമിലി ബിസിനസ്സിൽ ഏത് തലത്തിലാണുള്ളത്, ഏത് ലെവലിലേക്ക് കൊണ്ടുപോകാൻ റെഡി ആയിട്ടാണുള്ളത്, അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ തയ്യാറായി കഴിഞ്ഞോ എന്നുള്ള കാര്യങ്ങൾ ആ ചെക്ക് ലിസ്റ്റിൽ ഒരു 10 ചോദ്യങ്ങളുണ്ട്. 10 ചോദ്യങ്ങൾ ഫിൽ ചെയ്ത ശേഷം ഒരു ആത്മവിമർശനം നടത്തുക, അല്ലെങ്കിൽ ആത്മവിശകലനം നടത്തുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സ്ക്രീൻ എടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് വരികയാണ്. യെസ്. സോ ഏറ്റവും ആദ്യം നമുക്ക് 2 ആയിട്ടാണ് ഇതിനെ പിരിച്ചിരിക്കുന്നത്. ഒന്ന്, എൽഡേഴ്സ്, അതായത് ഫാമിലി ബിസിനസ് ഓൾറെഡി നടത്തിക്കൊണ്ട് പോകുന്ന മുതിർന്നവർ, അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണ്. അത് കഴിഞ്ഞാൽ ഏറ്റെടുക്കേണ്ട യങ്സ്റ്റേഴ്സ്, യുവാക്കൾ, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണ്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ലൈവ് എക്സാമ്പിൾസ് വേണമല്ലോ, ക്ലാസിക് സ്റ്റോറീസ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസിഷൻ നല്ല രീതിയിൽ നടത്തിയിട്ടുള്ള ചില കമ്പനികളുടെ ഉദാഹരണവും അതിലെ ഏറ്റവും വിലപ്പെട്ട പോയിന്റും. ഇത് കൂടാതെ ചില പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ മുഴുവനായി കണ്ട ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിലുള്ള ചെക്ക് ലിസ്റ്റ് നിങ്ങൾ പൂരിപ്പിച്ചാൽ മാത്രമേ നിങ്ങളുടെ ആ സൈക്കിൾ പൂർണ്ണമാകുള്ളൂ. നിങ്ങൾ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രക്രിയ അത് പൂർണ്ണമാകണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാലഞ്ചസ്, വലിയ മുതിർന്നവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, ഫാമിലി ബിസിനസ് നടത്തുന്ന മുതിർന്നവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈഗോ തന്നെയാണ്. അതായത് ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ. ഈ കൊടുക്കുന്നതല്ല, കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒന്നാമത്തത്, ഈ എടുക്കുന്ന ആൾ, നമ്മൾ പറഞ്ഞ ആളുകളെല്ലാം ജോലിക്ക് വെക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. പിന്നെ എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിന് പുറത്താവുമെന്നറിയില്ല. അങ്ങനെയുള്ള നമുക്ക് യാതൊരു വിധമായ കൺട്രോളും ഇല്ലാതെ ആയി പോകുമോ എന്നുള്ള ഒരു പേടി. അത് സ്വാഭാവികമാണല്ലേ. എന്നുവെച്ചാൽ ജനറേഷൻ ഗ്യാപ്പുണ്ട്. അപ്പോൾ അവർ ഏറ്റെടുക്കുമ്പോൾ അവർ പറയും നിങ്ങൾ നടത്തുന്ന രീതി ഇതൊന്നല്ല, ഇങ്ങനെ നല്ല നടത്തേണ്ടത്. ചിലപ്പോൾ പ്രത്യേകിച്ച് പയ്യൻ വല്ല അമേരിക്കയിലോ ലണ്ടനിലെല്ലാം പഠിച്ചിട്ട് വന്നാണ് പിന്നെ പറയും വേണ്ട, ഫുള്ള് അവിടുത്തെ രീതിയിലായിരിക്കും ഇതെല്ലാം നടത്തേണ്ടതെന്ന് പറയും. ഒരിക്കലും ആലോചിക്കാത്തൊരു കാര്യം, 2-3 തലമുറ, അതായത് ചിലവർ 50, 60, 100 കൊല്ലമെല്ലാമായിട്ട് ഫാമിലിയിലൂടെ ബിസിനസ് നടത്തി വിജയിച്ചവരാണ്. അവരോടാണ് പറയുന്നത് നിങ്ങൾ നടത്തുന്ന രീതിയെല്ലാം പൂർണ്ണമായും തെറ്റാണ്, എങ്ങനെ നടത്തേണ്ടത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എവിടുന്ന അമേരിക്കയിൽ പോയി പഠിച്ചിട്ടോ ലണ്ടനിൽ പോയി പഠിച്ചിട്ടോ, അതൊന്നും ഒരു തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ എടുത്തു മുറിച്ചെല്ലാം പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താണ്, നമ്മുടെ കൺട്രോൾ പോയി പോകുമോ എന്നുള്ളൊരു പേടി. എന്നുവെച്ചാൽ ബിസിനസ്സുകാർ ഇവരെല്ലാവരും, ഈ വയസ്സായ ബിസിനസ്സുകാർക്ക് എല്ലാവരും തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കമുണ്ടാവും, അവരിൽ ആരെങ്കിലും ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പേടി ഇവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ എന്നുള്ള ഒരു പ്രശ്നം. ഓക്കെ, പിന്നെ രണ്ടാമത്തത്, ഇവർ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമായിരിക്കും, ഒരു സ്ഥാപനമായിരിക്കും, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആയിരിക്കും ഇത് ഈ ബിസിനസ് സാമ്രാജ്യം. ഇതിനെല്ലാം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന സംഭവം, നമ്മുടെ മക്കൾ സിൽവർ സ്പൂണുമായിട്ട് വളർന്നവരായിരിക്കും. ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ സിൽവർ സ്പൂണുമായിട്ട് ജനിച്ച കുട്ടികൾ, അവരെ നമ്മൾ പഠിക്കാൻ വേണ്ടി വിദേശത്തേക്കെല്ലാം അയച്ച് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ നല്ല വിദ്യാഭ്യാസം നൽകുന്നു, അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. ഇവരെല്ലാം ഈ വേദന എന്താണ്, ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അവർക്ക് ഇവരുടെ ഇത്രയ്ക്കും ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനും ആളുകളുമായിട്ട് ഇടപഴകാനുമുള്ള ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ കഴിവുണ്ടോ എന്നുള്ള
ഒരു വിശ്വാസക്കുറവ്. അതാണ് വലിയ രണ്ടാമത്തെ ചാലഞ്ച്. പിന്നെ മൂന്നാമത്തെ ചാലഞ്ച്, അത് വളരെ സ്വാഭാവികമായിട്ട് വളരെ സാധാരണമായി സ്വാഭാവികമായി കാണുന്ന ചാലഞ്ചാണ് മൂന്നാമത്തെ, മൈൻഡ് ബ്ലോക്ക്. ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, ഞാൻ ആ കാലത്തെ ഞാൻ നടന്നു പോയിട്ടാണ് സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ആ കാലത്തെ ഫോണൊന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആ കാലത്തെ 24 മണിക്കൂർ കടയിലുണ്ട്, അങ്ങനെ ഞാൻ ആ കാലത്തെ എൻ്റെ പഴയ കാലത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ ചേഞ്ചസ് എന്താണ് അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലാതിരിക്കുക. പുതിയ ചേഞ്ചസ് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും മനസ്സിലാക്കാതെ അതിനെ പുറന്തള്ളുക, അതിനെ കടക്ക് പുറത്ത് എന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായത് ഈ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ 100% തയ്യാറാവാതിരിക്കുക എന്നുള്ളതാണ് മുതിർന്നവർ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും, പക്ഷെ സത്യം അതാണ്. അടുത്തത്, എൻ്റെ അമ്മോ, ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഞാൻ മെൻറ്റർ ചെയ്ത ഒരു 2-3 ഫാമിലി ബിസിനസ്സിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ അച്ഛനും മക്കളും ഇരിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടെങ്കിലേ അവരിരിക്കൂ. ഒന്നിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവരിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഒരു 5 മിനിറ്റ് ബിസിനസ് സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കൂട്ടത്തല്ലായിരിക്കും, അടിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ടകൂടലായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലായിരിക്കും. അതിനെന്താണ് കാരണം? പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം, അല്ലേ? അപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് ഒരു പരിഹാരം വേണ്ടേ? അതിനുള്ള പരിഹാരം എന്താണ്? അത് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഈ ട്രാൻസിഷൻ, ഫാമിലി ബിസിനസ്സിന് അടുത്ത തലമുറയിലേക്ക് മാറ്റുമ്പോൾ ആ ട്രാൻസിഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രധാനപ്പെട്ടതാവുമ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ നോക്കണം, അല്ലേ? സോ നമുക്ക് അതിനെക്കുറിച്ചും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലി, നിങ്ങൾ നടത്തുന്ന ഒരു ഫാമിലി ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ബിസിനസ്സിൽ ഈ 4 പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടേ മതിയാവും. അല്ലാതെ അടുത്ത തലമുറയെ കൊണ്ടുവരാനും പറ്റില്ല. ഈ ബിസിനസ് ആർക്കെങ്കിലും വിറ്റിട്ട് പോകാൻ വെച്ചാൽ അത് ഏറ്റവും എളുപ്പമുള്ള വഴി, അല്ലേ? എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. 50, 60, 70 എന്തിന് 100 കൊല്ലം എല്ലാം എടുത്ത് കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് ആർക്കെങ്കിലും വിറ്റിട്ട് പോകുക, ഇതിനേക്കാളും വലിയൊരു സങ്കടകരമായ കാര്യം വേറെ ഉണ്ടോ? നമ്മളൊരു കുറേ കാലം ജീവിച്ച വീട് വിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും കരച്ചിലും പിടിച്ചെല്ലാം വരുന്നു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു ബിസിനസ്സിനെ വിൽക്കുക എന്ന് പറഞ്ഞാലോ? അപ്പോൾ വിൽക്കലല്ലല്ലോ നമുക്ക് വേണ്ടത്. എന്താ വെച്ചാൽ ഈ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ ഈ ഫാമിലി ബിസിനസ് ചെയ്യുന്നവരുടെ മക്കൾ, അവർ അച്ഛൻ അല്ലെങ്കിൽ വലിയച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ ഈ 24 മണിക്കൂറും കടന്ന് പാടുകളെല്ലാം കണ്ടിട്ട് അവർ വിചാരിക്കും, എന്തിനാ നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ, നമുക്ക് മിണ്ടാതെ ജോലിക്ക് പോയാൽ പോരേ എന്നുള്ളത്. ജോലിക്ക് പോയാൽ മാസമായ ശമ്പളം കിട്ടി, 1-ാം തീയതി അക്കൗണ്ടിൽ ക്ലിങ്ങെന്നൊരു സൗണ്ട് കേൾക്കും, ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ പൈസ, ശമ്പളം കിട്ടിയതിൻ്റെ, ബാങ്കിൽ പൈസ വീണതിൻ്റെ. ഓക്കെ, ഇതെല്ലാം പോരെ, കുറച്ചൊക്കെ ശമ്പളം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു യുവതയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് കാരണം അവർ കണ്ടിരിക്കുന്നത് സ്വന്തം അച്ഛനെയോ അല്ലെങ്കിൽ വലിയച്ഛനെയോ മുത്തച്ഛനെയോ ഒന്നും ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകാനോ ഒരു പിക്നിക്ക് പോകാനോ ഒരു വെക്കേഷൻ ഒരു ടൂർ പോകാനോ ഒന്നിനും കിട്ടാത്ത ഒരു സംവിധാനത്തിലാണ് അവർ വളർന്നിരിക്കുന്നത്. അവനായാലും അവളായാലും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവിടെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും അതേപോലെ അല്ല, അങ്ങനെ ഒരുപാട് കാര്യം ഉണ്ടാക്കി. ഞാൻ എല്ലാം ഇപ്പം തന്നെ പറഞ്ഞു. നമുക്കിപ്പോൾ അതിൻ്റെ ചാലഞ്ചസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു എല്ലേഴ്സിൻ്റെ. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ ഈസ് ദിസ്. ഏറ്റവും ആദ്യത്തത് ഇന്ന് തീരുമാനിച്ചിട്ട് നാളെ ആളുകൾക്ക് കൈമാറുന്നതല്ല സക്സഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ട്രാൻസ്ഫർ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന് പറയുന്നത് ഇന്ന് തീരുമാനിച്ച് നാളെ കൈമാറലല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ശേഷം അടുത്ത തലമുറയാണ് ആ ബിസിനസ് നോക്കി നടത്തേണ്ടതെന്ന് നേരത്തെ തന്നെ അറിയാം, അല്ലേ? അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്?
വ്യക്തമായ ഒരു സക്സഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ സക്സഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കണം അല്ലേ. ഇപ്പം ഞാൻ സാധാരണ സക്സഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോ? മുതിർന്നവരുടെയും അടുത്ത തലമുറയുടെയും SWOT ചെയ്യാൻ പറയും. നല്ലതല്ലേ? SWOT എപ്പോഴും പവർഫുള്ളാണ്. എത്ര പഴയ ടൂളായാലും ശരി ഒരു SWOT ചെയ്യാൻ പറയും, ഒരു വൈവേ അനാലിസിസ് എല്ലാം ചെയ്യാൻ പറയും. അപ്പോൾ അതിൽ നിന്നും ഓരോരുത്തരുടെയും ശക്തിയും ബുദ്ധിമുട്ടുകളും വീക്ക്നെസ്സും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്താണ്? ഈ ലോങ് ടേം സക്സഷൻ പ്ലാൻ ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ലോങ് ടേം സക്സഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിന് കുറച്ച് സമയം വേണ്ടി വരും. ഓക്കെ, അത് ചെയ്യാൻ രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്? ഒരു നല്ലൊരു മെൻറ്ററെ കണ്ടെത്തുക, നല്ലൊരു കോച്ച്. ഓക്കെ, ഫാമിലി ബിസിനസ്സിനെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ കോച്ചിനെ അല്ലെങ്കിൽ ഒരു നല്ലൊരു മെൻറ്ററെ കിട്ടിക്കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ മക്കളോട് പറയുമ്പോൾ അവരത് സീരിയസ് ആയി എടുക്കണമെന്നില്ല. പക്ഷേ ഇതൊരു കോച്ചിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കോച്ച് മുഖേന അറിയിക്കുകയോ അല്ലെങ്കിൽ കോച്ചിനെ ഇരുത്തിക്കൊണ്ട് രണ്ടുപേരും സംസാരിക്കുകയെല്ലാം ചെയ്യുമ്പോൾ അവിടെ സീരിയസ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ള വേറെ പരിഹാരം എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെൻറ്ററെ അല്ലെങ്കിൽ കോച്ചിനെ കണ്ടെത്തുക എന്നുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബിസിനസ് കോച്ച് സാധാരണ ബിസിനസ് കോച്ചോ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റാർട്ടപ്പ് കോച്ചോ ആയാൽ മാത്രം പറ്റില്ല. ഈ മെൻറ്റർ അല്ലെങ്കിൽ ഈ ബിസിനസ് കോച്ച് ഏതെങ്കിലും ഫാമിലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കോച്ച് ചെയ്തിട്ടുണ്ടോ, മെൻറ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. അതുകൂടാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയ തലമുറയുമായി പുതിയ തലമുറയുമായി രണ്ടുപേരുമായി ഇഴുകിച്ചേർന്ന് പോകാൻ കഴിവുള്ള ആളാണോ മെൻറ്റർ എന്നുള്ളതും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വരുന്ന മെൻറ്റർ അയാളൊരു പഴഞ്ചനാണെന്ന് വെച്ചാൽ എല്ലാം പോയി അല്ലേ, ചെറുപ്പക്കാർ ഇയാളോട് പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ ആ കറക്റ്റ് അതാണ് ഞാൻ സൂട്ടബിൾ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. കറക്റ്റായിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെൻറ്റർ അല്ലെങ്കിൽ കോച്ചിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ നമ്മുടെ പിള്ളേർ ജസ്റ്റ് പഠിച്ചെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് പുറത്തെല്ലാം പോയിട്ടൊന്ന് വന്നായിരിക്കും, അവരെ അങ്ങോട്ട് പിടിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ റെസ്പോൺസിബിലിറ്റി എടുത്ത് പിടിച്ചിട്ട് മോൻ എന്നാ പിടിച്ചോ, എല്ലാം നാളെ മുതൽ നീ നോക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം ആ പിള്ളേർക്ക് സമനില തെറ്റിപ്പോവും അല്ലേ. അവർ ഒന്ന് വിട്ടാൽ മതി എന്നിട്ട് അവർ ഓടിക്കളയും. അതല്ല ചെയ്യേണ്ടത്. ഗ്രാജുവലായിട്ട് വേണം. ഞാൻ പറഞ്ഞ സക്സഷൻ പ്ലാനിൽ ഞാൻ പറയുന്നത് ഒരു മാസം കൊണ്ട് സക്സഷൻ ഒന്നല്ല. ഞാൻ പറഞ്ഞ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലമെങ്കിൽ, ചിലപ്പോൾ 2 കൊല്ലം വരും. വലിയ സ്ഥാപനമാണെങ്കിൽ 2 കൊല്ലം 3 കൊല്ലമെല്ലാം എടുത്തിട്ട് വേണം ആ സക്സഷൻ പ്ലാൻ കൊണ്ടുവരാൻ. എൻ്റെ ഒരു ക്ലയൻറ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ മോനെ ആ സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിങ്ങിൽ എക്സിക്യൂട്ടീവായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അവിടെ നിന്നും അവൻ വളർന്ന് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി അപ്പോയിൻറ്റ് ചെയ്തു. അതിനുശേഷം അവൻ ഓപ്പറേഷൻസിലേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഓപ്പറേറ്ററായിട്ട് പോലും വർക്ക് ചെയ്തു. ഇവിടെ ഫാക്ടറിയിൽ ഓപ്പറേറ്ററായിട്ട് പോലും വർക്ക്. ഇതെല്ലാം ചെയ്ത് എല്ലാം നന്നായി മനസ്സിലാക്കി ആളുകളുമായി വളരെ നല്ല രീതിയിൽ ഇടപഴകിയ ശേഷം മാത്രമാണ് മെല്ലെ ഇവിടെ കൊണ്ടുവന്ന് മുകളിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഈ റെസ്പോൺസിബിലിറ്റി വളരെ ഗ്രാജുവലായിട്ട് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഫ്രിക്ഷൻ വരും, ടെൻഷൻ വരും, സ്ട്രെസ് വരും. കുട്ടികൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അവർ പകുതിയിൽ ഇട്ടേച്ച് ഓടിക്കളയും. പിന്നെ ഭയങ്കര പ്രശ്നമല്ലേ. പിന്നെ അവർ തിരിച്ചു വിളിക്കാന്നെല്ലാം പറഞ്ഞാൽ എന്താ പറയുക, നടക്കാത്ത കാര്യമാണല്ലേ. സോ ഇതിന് വ്യക്തമായി ഞാൻ ഫസ്റ്റ് പറഞ്ഞ സക്സഷൻ പ്ലാനിൽ തന്നെ ഡെലിഗേഷൻ വളരെ കൃത്യമായിട്ട് ഒരു സമയം നിശ്ചയിക്കുക. ഇത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട്, ചെറിയ സ്ഥാപനമാണെങ്കിൽ ഇത്ര മാസം, അല്ലെങ്കിൽ മോശമില്ലാത്ത ഒരു മീഡിയം ആണെങ്കിൽ ഇത്ര വർഷം കൊണ്ട് ഈ ഡെലിഗേഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കും എന്നുള്ള രീതിയിലും അതിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു റോഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൃത്യമായ റോഡ് മാപ്പ്. ഇന്ന മാസം കൊണ്ട് ഇന്ന ജോലികൾ തീർക്കുക, ഇന്ന മാസം കൊണ്ട് ഇന്ന ഡെലിഗേഷൻസ് ഇത് ചെയ്യുക, ഇന്ന മാസം കൊണ്ട് ഇത്ര സ്ഥലങ്ങളിലേക്ക് ഇത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇയാളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. പിന്നെ ആവശ്യമാണെങ്കിൽ കസ്റ്റമറെ കാണാൻ പോകുമ്പോൾ ഹെഡ് ഓഫ് മാർക്കറ്റിംഗെല്ലാം പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഈ പയ്യനെ അയക്കുക അല്ലെങ്കിൽ മോളെ അയക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒന്ന് പദം വരുത്തിയിട്ട് വേണം അവരെ കൊണ്ട്. ആ സമയത്ത് ദയവ് ചെയ്ത് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് വെച്ചാൽ അവർ റിസൾട്ടല്ല ചോദിക്കണം. അവരോട് ചോദിക്കേണ്ട, ഓക്കെ നീ ഇന്ന് പോയല്ലോ, ഇവരുടെ കൂടെ കസ്റ്റമറെ കാണാൻ പോയി, നീ അവിടെ നിന്നും പഠിച്ചത് എന്താണ്, അതെല്ലാം ചോദിക്കാം. അത് വളരെ പ്രധാനമാണ് ചോദിക്കേണ്ടത്. എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് വന്നു, ഭയങ്കര പ്രശ്നമായി, അപ്പോൾ അത് ഇവർ സീനിയർ ടീം സോൾവ് ചെയ്തു, ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ്.
ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് വളരെയധികം ഇതിൽ ക്ഷമ വേണ്ടത് ആർക്കാണെന്നറിയാമോ? മുതിർന്ന തലമുറയ്ക്ക് തന്നെയാണ് നല്ല ക്ഷമ വേണ്ടത്. എന്ന് വെച്ചാൽ കുട്ടികളുടെ അടുത്ത് അത്ര ക്ഷമ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ മുതിർന്ന തലമുറ നല്ല ക്ഷമയോടുകൂടി ഈ കുട്ടികളെ കൂടുതൽ സംസാരിപ്പിച്ച് നിങ്ങൾ കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവണം. അപ്പോഴാണ് ഈ ഡെലിഗേഷൻ ഗ്രാജുവലി റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ സക്സസ് ആവുക. പിന്നെ എന്തൊക്കെ തന്നെ ആയാലും ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യേണ്ട എന്താണ്? ആ ഫാമിലി ഹാർമണി എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിലെ ബന്ധം, ആ ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഈ റീസെൻ്റായിട്ട് ഒരു ഫാമിലി ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത തലമുറയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കേരളത്തിലെ വളരെ പ്രബലമായ, തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള വളരെ പ്രബലമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ എം ഡി എ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കാനും എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? കല്യാൺ, ഞങ്ങൾ എന്തൊക്കെ തന്നെ ഞങ്ങൾക്കുള്ളിൽ തന്നെ ഒരേ ബിസിനസ് ചെയ്യുന്ന ഏട്ടനും അനിയന്മാരും എല്ലാം ഉണ്ട്. ഞാൻ തുണിക്കച്ചവടമാണെങ്കിൽ തുണിക്കച്ചവടം ചെയ്യുന്ന അനിയൻ എനിക്കൊരാളുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പൈസയുടെ കാര്യത്തിൽ ഒരിക്കലും ഞങ്ങൾ തർക്കിക്കാറില്ല. ഞങ്ങൾ തീരുമാനിച്ചത്, തുടക്കം മുതൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം, ഞങ്ങളുടെ ബന്ധത്തിന് കോട്ടം തട്ടിക്കൊണ്ട് ഒരു ബിസിനസ് വളർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ഇത് തന്നെയാണ് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളുടെ അദ്ദേഹമാണ് മൂത്താൾ, രണ്ടാമത്തെ ആൾ, ഓക്കെ, ഞങ്ങളുടെ ഏട്ടനും അനിയന്മാരും അവരുടെ മക്കളും എൻ്റെ മക്കളും എല്ലാവരും കൂടെ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നിച്ച് കൂടുക എന്നുള്ള ഞങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ഇടയ്ക്ക് വെക്കേഷനിൽ വന്ന് എന്ത് ചെയ്യും? ഞങ്ങൾ ആ വെക്കേഷൻ എല്ലാവരും ഒന്നിച്ച് പുറത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യും. വേറെ രാജ്യത്താണെങ്കിൽ വേറെ രാജ്യത്ത്. പക്ഷേ ഞങ്ങൾ ആഴ്ചയിൽ ആ ഒരു ദിവസം ഒന്നിച്ച് കൂടുന്നത് ഒരു അവിസ്മരണീയമായ നിമിഷമാക്കുമെന്ന് മാത്രം. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് അറിയാമോ? എൻ്റെ അനിയൻ അല്ലെങ്കിൽ ഏട്ടൻ വന്ന് പറയണം, എടാ എനിക്കൊരു കുറച്ച് എമൗണ്ട് വേണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ എഴുത്തുകുത്തല്ല, അങ്ങോട്ടേക്ക് കൊടുത്തു, അതേപോലെ അവർ തിരിച്ചു വരുന്നു. തിരിച്ച് തന്നാലും ഇല്ലെങ്കിൽ ചോദ്യം ഉത്തരമൊന്നുമില്ല. ഓക്കെ, ഞങ്ങൾ ഇതിൽ ഏറ്റവും ഈ ബിസിനസ്സിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി ഹാർമണി, അതായത് ഫാമിലി ബന്ധങ്ങൾക്കാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ മക്കളോടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കാണിക്കേണ്ടത് അത് തന്നെയാണ്. അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അവർ പെട്ടെന്നൊന്ന് പ്രതികരിച്ചാൽ പോലും ഒരു മൂത്തവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വേണം വളരെയധികം ക്ഷമയോടുകൂടി അത് ഹാൻഡിൽ ചെയ്യാൻ. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ആ കമ്പനിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ, ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ മക്കളെ ചെറുപ്പം തൊട്ട് അറിയാമായിരിക്കാം, അദ്ദേഹത്തെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കരുക്കൾ നീക്കും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നേരിട്ട് നമ്മൾ അങ്ങോട്ട് പറയേണ്ടി വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ ഫാമിലി ഹാർമണി ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നിങ്ങളുടെ ബിസിനസ് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ. അപ്പോൾ ഈ ഫാമിലി ഹാർമണി കൈമാറുന്ന കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ചിലർ ചെയ്യുന്ന തെറ്റെന്താണെന്നറിയാമോ? ഞാനാണ് മോൻ, എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബിസിനസ്സിലേക്ക്. പക്ഷെ ഞാൻ വേറെ ഒരു മൂന്നാമത്തെ ഒരാൾ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അറിയുക. അതിനിടവരുത്താതിരിക്കുക എന്നുള്ളത് പ്രധാനം. ഫേസ് ടു ഫേസ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് കോൺവെർസേഷൻ തന്നെയാണ് ഇതിലേറ്റവും പ്രധാനം. അത് ചെയ്യാതെ വേറൊരാൾ മുഖാന്തരമെല്ലാം മക്കൾക്കറിയാൻ അല്ലെങ്കിൽ ആർക്കും ഇങ്ങോട്ടേക്കായാലും അറിയാനെല്ലാം വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് എന്തിലേക്കാണ് പോകേണ്ടത്? അടുത്തത് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ആരാണ്? യങ്സ്റ്റേഴ്സ്. ചാലഞ്ചസ് ഫേസ്ഡ് ബൈ യങ്സ്റ്റേഴ്സിലേക്ക് പോകാം. ഓക്കെ, എന്താണ് യങ്സ്റ്റേഴ്സിൻ്റെ ചാലഞ്ചസ്? അത് ഭയങ്കര ചാലഞ്ചസ് അല്ലേ? അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യങ്സ്റ്റേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ബിസിനസ്സിലേക്ക് ഏറ്റെടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിൽ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ചില സങ്കല്പങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ഭയങ്കരമായിട്ടുള്ള ഇതായിരിക്കും അവരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. ചില കാര്യങ്ങളെല്ലാം അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ അവൻ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ആ രീതിയിൽ അങ്ങനെ പല പല രീതിയിലുള്ള ചിന്തകൾ. ഓക്കെ, അല്ലെങ്കിൽ അവർ ഈ കമ്പനി ശരിക്കും നല്ല രീതിയിൽ നടന്നൊന്നും പോകുന്നില്ല, അതുകൊണ്ടാണല്ലോ എൻ്റെ അച്ഛൻ ഇത്രയും രാത്രിയും പകലും കഷ്ടപ്പെടുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ ചിലപ്പോൾ ആ മക്കളുടെ അടുത്ത് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ ചാലഞ്ചുകളിൽ ഒന്ന്. അതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ
ബിസിനസ്സിലേക്ക് വരാതെ ജോലിക്ക് പൊയ്ക്കോളാമെന്ന് അവർ ചിന്തിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തത്, ഇവർക്ക് ഒരു തീരുമാനമെടുക്കാം. ഓക്കെ, അവർ വിചാരിക്കും എനിക്ക് തോന്നുന്നു ഇതാണ് ശരിയെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ ആ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ വലിയച്ഛൻ അവർ സമ്മതിച്ച് തരുമോ എന്നുള്ളൊരു പേടി. നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ യാതൊരു പവറും ഇല്ലെങ്കിൽ വെറുതെ ഒരു ഡമ്മയായിട്ട് ഒരു പ്രസിഡന്റിനെ പോലെ പിടിച്ചിരുത്തിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പം സൊല്യൂഷൻ നമുക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഫ്രീഡം ഉണ്ടാവില്ല, ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ഫ്രീഡം ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്ത, അത് അവരെ ബിസിനസ്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അലട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ചാലഞ്ചാണ്. ഞാനവിടെ പോയാലും എൻ്റെ തീരുമാനമൊന്നും നടപ്പാക്കാൻ പറ്റില്ല, അച്ഛൻ പറയുന്നത് ചെയ്യുക, അതിന് വേണ്ടി ഇപ്പം ഞാൻ സെക്രട്ടറി പോലെ അവിടെ പോയി ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ പിന്നെ ഇത്രയും വലിയ പഠിപ്പെല്ലാം പഠിച്ചിട്ട് എന്തിനാണ് അവിടെ ഇരിക്കണം എന്നുള്ള ചിന്തയെല്ലാം വരികയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും, അതൊരു ചാലഞ്ചാണ്. പിന്നെ മൂന്നാമത്തെ ചാലഞ്ച് എന്താണെന്നറിയാമോ? എനിക്കിതൊന്നും താല്പര്യമില്ല എന്നുള്ള ചാലഞ്ച്. പല അച്ഛന്മാരും പല മുതിർന്നവരും കുട്ടികളെ നിർബന്ധിച്ച് ഈ ബിസിനസ്സിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്താ കാരണം? ആകുള്ള ചിലപ്പോൾ ഒരു മോനായിരിക്കും, അവന് ചിലപ്പോൾ താല്പര്യം എന്ന് പറയുന്നത് ഈ ബിസിനസ്സിനൊന്നും ആയിരിക്കില്ല, അയാൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവളുടെ താല്പര്യം എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ, അങ്ങനെ പല താല്പര്യങ്ങളായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒരാളെ പിടിച്ചിട്ട് ഇത്രയും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയിലേക്ക് യാതൊരു താല്പര്യമില്ലാതെ അവരെ ഇതൊന്ന് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? എന്നെ പിടിച്ച് നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എത്ര തന്നെ 100% ഞാൻ ശ്രമിച്ചാലും എനിക്കവിടെ പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ല. അല്ല, ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ പൂർണ്ണമായിട്ടും സംതൃപ്തനായിരിക്കില്ല. അപ്പോൾ എന്താണ് ഉണ്ടാവുക? റിസൾട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം, അതൊരു ചാലഞ്ചാണ്. എല്ലാവർക്കും ബിസിനസ്സിലേക്ക് വരണം താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ആ പ്രശ്നം. പിന്നെ അടുത്തത്, അവർ ആലോചിക്കും, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്, അല്ലേ? അവൻ വിചാരിക്കും ഞാനിപ്പോൾ ഇത്രയും പഠിച്ചു, ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി എനിക്ക് മാസം 75,000 രൂപ 1 ലക്ഷം രൂപ ശമ്പളം മിനിമം കിട്ടും, ചിലരുടെ 3 ലക്ഷം 5 ലക്ഷം എല്ലാം കിട്ടും. അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്, എന്തിനാണ് ഞാനത് ഏറ്റെടുക്കുന്നത് എന്നുള്ള തോന്നൽ അവർ കമ്പയർ ചെയ്യാണ്. എന്നുവെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് 6 മണി കഴിഞ്ഞാലോ 7 മണി കഴിഞ്ഞാലോ ഞാൻ പുറത്തേക്ക് വരാം, ശനി ഞായർ ലീവാണ്, വർഷം 10-12 ലീവ്, ചിലപ്പോൾ 20 ലീവ് വരെ എനിക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ എനിക്ക് നല്ല ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. ഇവരാണെങ്കിലോ, ഞാൻ കാണുന്ന എൻ്റെ അച്ഛനും എൻ്റെ വലിയച്ഛനും എല്ലാവരും തന്നെ എപ്പോൾ നോക്കിയാലും കടയുടെ പിന്നാലെയാണ്, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പിന്നാലെയാണ്. അവർ വേറെ ഒന്നിനും അവർ സമയം കണ്ടെത്തുന്നില്ല. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കുമ്പോൾ പണത്തെക്കാളും എനിക്ക് പ്രധാനം മനസ്സമാധാനമാണെന്നുള്ള ആ ഒരു കമ്പാരിസൺ, ആ ഒരു ചാലഞ്ച്, ഈ 4 ചാലഞ്ചുകളാണ് എവിടെ നിന്ന് വരുന്നത്? യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഒക്കെ. പക്ഷേ ഈ 4 ചാലഞ്ചുകളാണ് യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കണ്ടേ? ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. യങ്സ്റ്റേഴ്സിൻ്റെ ചാലഞ്ചസിൻ്റെ സൊല്യൂഷൻ ഇവിടെ എന്താണെന്നറിയാമോ? എഗെയിൻ ആൻഡ് എഗെയിൻ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ശരിക്കും നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് കുട്ടികൾക്ക് പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. എന്തിനാണ് മറച്ചു വെക്കുന്നത് എനിക്കിപ്പോഴും പറ്റില്ല. സ്വന്തം മക്കളോട് സ്വന്തം ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാതെ അവരോട് മറച്ചു വെച്ച്, ഇത്രയും കാലം മറച്ചു വെച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാൻ മടി, ചിലപ്പോൾ കണക്കുകളെല്ലാം പറഞ്ഞു കൊടുക്കാൻ മടി. എന്തൊക്കെയാണ് ശരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടാണെന്നുള്ള പറഞ്ഞുകൂടാ, അത് പറയില്ല, എല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു. അപ്പോൾ അതിന് പകരം കൃത്യമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് ഒരു മെൻറ്ററുടെ സഹായത്തോട് കൂടിയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്തിനാണ് മെൻറ്റർ സഹായം പറയുന്നതെന്ന് അറിയാമോ?
നിങ്ങൾ നേരിട്ട് ഇത്രയും കാലം പലതും പറയാതിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരു ദിവസം പറയുമ്പോൾ അവർ അത് പൂർണ്ണമായും വിശ്വസിക്കണമെന്നില്ല. എന്ന് മാത്രമല്ല അവർക്ക് ചിലപ്പോൾ ഒരു അവിശ്വസനീയമായി തോന്നാം. എന്ന് മാത്രമല്ല അവർക്ക് ചിലപ്പോൾ ഞെട്ടലുണ്ടാക്കാം, പലതും ഉണ്ടാക്കാം. അതിന് പകരം നിങ്ങളൊരു മെൻറ്ററെ വെച്ചുകൊണ്ട് ഈ വിഷയം മെൻറ്ററേയും ഇരുത്തിക്കൊണ്ട് ഇത് വളരെ ഇത് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യമാണ്. അതായത് ചെറിയ തെറ്റ് മതി, നിങ്ങൾ പറയുന്ന വിഷയത്തിൽ ചെറിയൊരു തെറ്റ് മാത്രം മതി അവർക്ക് ഇതിലേക്ക് വരാനുള്ളത്. അതുകൊണ്ട് ആ ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഒരു നല്ലൊരു മെൻറ്ററെ വെച്ചുകൊണ്ട് വേണം ഇത് പറയാൻ. എക്സ്പ്ലെയിൻ ദ റിയൽ പൊസിഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെൻറ്റർ. ഓക്കെ, ഇത് അവരെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ അടുത്തതോ, രണ്ടാമത്തത്, അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അവരും ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്താണ്? കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഗുഡ് ടു ഗ്രേറ്റ് കമ്പനീസ് എല്ലാം ഉണ്ടല്ലോ, ഗ്രേറ്റ് ആയിട്ടുള്ള കമ്പനികളിലെല്ലാം തന്നെ അതിൻ്റെ ലീഡേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു കാര്യം, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയും അവിടെ എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും ടീമിൻ്റെ കഴിവ് കൊണ്ടാണ്, ഭാഗ്യം കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറയുകയുമാണ്. പക്ഷേ നല്ല വളർച്ചയെത്താത്ത അല്ലെങ്കിൽ വലിയ രീതിയിലൊന്നും ഇതാവാത്ത കമ്പനികളുടെ CEO എടുത്തോട്ടെ, മാനേജിംഗ് ഡയറക്ടർ എടുത്തോട്ടെ, അവരെല്ലാം ചെയ്തിരിക്കുന്ന തെറ്റെന്താണെന്നറിയാമോ? എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഉടനെ അടുത്ത ആളുടെ തലയിലിടുക, നല്ലത് സംഭവിച്ചാൽ എൻ്റെ കാരണം ഞാൻ ചെയ്തതാണെന്നുള്ള രീതിയിൽ ബോസ്റ്റ് ചെയ്യുക. സോ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. കറക്റ്റ് ചെയ്യാനുള്ള സമയം കൊടുത്ത് അവരെ കൊണ്ട് തന്നെ, പക്ഷേ അവരോട് കൂടി ഇരുന്ന് സംസാരിക്കണം. ഇതാണ് മോനെ തെറ്റ്, നിനക്ക് പറ്റിയ തെറ്റ് ഇതാണ്. ഓക്കെ, അതെല്ലാവരും നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനികളെ 1 to 1 ആയി ഇരുന്നു കൊണ്ട് ഇതാണ് തെറ്റുപറ്റി, ഇതായിരിക്കാം തെറ്റുപറ്റാനുള്ള കാരണം, ഇതിന് എങ്ങനെയാണ് സൊല്യൂഷൻ, എന്താണ് ശരിക്കുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന അയാളുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു പാത്ത് ചാർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് അവരെ എന്ത് ചെയ്യണം, തെറ്റ് തിരുത്താനും അവരെ അടുത്ത ലെവലിലേക്ക് വീണ്ടും ആ ചെയ്യുന്ന പ്രക്രിയ തുടർന്ന് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടത്. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പം മുതൽ മോനെ ശാസിച്ച് വളർത്തിയിട്ടുണ്ടാവാം, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷേ അവർ പ്രായമായി കഴിഞ്ഞിരിക്കുന്നു, അവർ ബിസിനസ് നോക്കി നടത്തേണ്ട ആൾക്കാരാണ്. അവരോട് നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഒരിക്കലും അങ്ങനെ ചെയ്യാതെ അവരെ കുറ്റപ്പെടുത്താതെ അവരെ തോളത്ത് തട്ടി തെറ്റെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി, ക്ഷമയോടുകൂടി മനസ്സിലാക്കി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവരുടെ ചാലഞ്ച് എന്താണ് പറഞ്ഞിട്ടുണ്ടായെന്ന്, ടേക്കിംഗ് ഓവറിൽ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക എന്നുള്ളത്, ജോലിക്ക് പോയാൽ പോരെ എന്നുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അവരോട് ഇവിടെയും എഗെയിൻ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ് കേട്ടോ. അവരോട് ഈ സ്ഥാപനം ഇത്ര വർഷമായി നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് ചെറിയ കാര്യമല്ല. ശരിക്കും ഇത് ഇനിയും ഞങ്ങളെല്ലാം അത്ര വിദ്യാഭ്യാസമില്ലാത്തവരാണ്, നീ ഇപ്പോൾ ഇഷ്ടം പോയി പഠിച്ചിട്ട് വന്ന ആളാണ്, നിനക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിന് എത്രമാത്രം സ്കോപ്പ് ഉണ്ട് എന്നുള്ളവരെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അവിടെയും ആവശ്യമെങ്കിൽ ഒരു കോച്ചിനെ അല്ലെങ്കിൽ മെൻറ്ററിനെ കൂടെ ഇരുത്താം, അല്ലെങ്കിൽ മെൻറ്ററെ സഹായം എടുക്കാം. ഇതിൻ്റെ സ്കോപ്പ് എന്താണ്, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഇത് നല്ല രീതിയിലേക്ക് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൻ്റെ കൂടെ അവർക്ക് കിട്ടാൻ പോകുന്ന ആ പവർ എന്തായാലും സ്ഥാപനം വളർന്ന് ഓക്കെ, അത് മുഖാന്തരം ഒരുപാട് ജീവനക്കാർ അവിടെ ഉണ്ടാകുന്നു, ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടാകുന്നു, അവർ പല വലിയ ആളുകളുമായി ഇടപെടാൻ കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സ്റ്റാറ്റസ്, അവർക്ക് ലഭിക്കാൻ പോകുന്ന പവർ, അതെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. പിന്നെ അടുത്തത് അവരുടെ ആ ഗ്രോത്ത് പാത്ത്, അത് എത്ര ഓപ്പർച്യൂണിറ്റി. നീ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് 75,000 1 ലക്ഷം രൂപ ശമ്പളം കിട്ടാം. നീ 10 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് 1 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ ഏറി വന്നാൽ എത്രയാവാം, 1.5 ലക്ഷമോ 1.25 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ ആവാം. പക്ഷേ ഈ സ്ഥാപനം നീ നല്ല നിലയിൽ നോക്കി നടത്തി നല്ല വളർച്ച കൊണ്ടുവരികയാണെങ്കിൽ നിന്റെ വളർച്ച എന്ന് പറയുന്നത്, നിന്റെ വരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ കോടിക്കണക്കിനായിരിക്കും ഓരോ മാസത്തെയും നിന്റെ വരുമാനം. നിന്റെ ജീവിത ശൈലി തന്നെ ഇനിയും മാറും. ഓക്കെ, അങ്ങനെ ഒരുപാട് എല്ലാ യാത്രകളെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ അവർക്ക് ആ കറക്റ്റായിട്ടുള്ള ഗ്രോത്ത് പാത്ത് ആ കാണിച്ചു കൊടുക്കുക. ഒന്നുമല്ല,
നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ ഉദാഹരണം തന്നെ പറയാം. മോനെ, ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഞങ്ങൾ ഒരു നേരത്തെ കഞ്ഞിക്ക് ബുദ്ധിമുട്ടിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പല ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ശരിക്കും ആഹാരം പോലും കഴിക്കാതെ ഇരുന്നുണ്ട്. അവിടെ നിന്നും നിന്നെ പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ പഠിക്കാൻ വേണ്ടി ഇത്രയും നല്ല സ്ഥാപനത്തിലേക്ക് പൈസ ചിലവാക്കി അയക്കുകയും ഇത്ര വലിയൊരു വീട് കെട്ടിപ്പോക്കാനും എല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അത് ഒരു വളർച്ച മറ്റുള്ള സാധാരണ ഒരു ഗവൺമെൻറ് ജീവനക്കാരനോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രൈവറ്റ് കമ്പനി ജോലിക്ക് പോകുന്ന ഒരാളെ കൊണ്ട് ഒന്നും കഴിയാത്ത ഒരു കാര്യമാണ് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീ പഠിപ്പുള്ള ഒരാളാണ് എന്ന് മാത്രമല്ല ലോകം കാണുന്ന ഒരാളാണ്, ഡിജിറ്റലി നല്ല നോളജ് ഉള്ള ആളാണ്. നീ വിചാരിച്ച് ഇതിൻ്റെ 10 മടങ്ങ് നിനക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ വളർത്തിക്കൊണ്ടുവരുമ്പോഴുള്ള ഗ്രോത്തിൻ്റെ പാത്ത് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരെ വിശദമായി സംസാരിച്ച് വിശദീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ നമ്മൾ മുതിർന്നവരുടെ ചാലഞ്ചസ് നോക്കി, അതിനുള്ള സൊല്യൂഷൻ നോക്കി, അതേപോലെ ഏറ്റെടുക്കാൻ പോകുന്ന യുവാക്കളുടെ അല്ലെങ്കിൽ യുവതികളുടെ ചാലഞ്ചസ് നോക്കി, അതിനുള്ള സൊല്യൂഷൻസും നമ്മൾ നോക്കി. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ നല്ല രീതിയിൽ ഫാമിലി ബിസിനസ്സിനെ സ്മൂത്തായിട്ട് ട്രാൻസാക്ഷൻ ചെയ്ത കഥകളാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല. ഓരോന്നിലും ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ആദ്യം എടുക്കുകയാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അവർ ചെയ്ത് എന്താണ്, അടുത്ത തലമുറയിലേക്ക് ദാദാഭായ് നവറോജിയിൽ നിന്നും അതേപോലെ തന്നെ രത്തൻ ടാറ്റ വരെ, JRD ടാറ്റയിൽ നിന്നും അതേപോലെ രത്തൻ ടാറ്റ വരെ എത്തി നിൽക്കുമ്പോൾ അവർ ചെയ്തിരിക്കുന്നത് കൈമാറ്റത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പ്രൊഫഷണലായിട്ടുള്ള ഒരു മാനേജ്മെന്റ് സ്ട്രക്ചർ അവിടെ കൊണ്ടുവന്നു. അതായത് നാളെ ഈ വരുന്ന രത്തൻ ടാറ്റ തന്നെ പറയുക എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഇല്ല എനിക്ക് വലിയ താല്പര്യമില്ല, ഞാനിങ്ങനെ പൊയ്ക്കോളാം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ തന്നെ, അങ്ങനെ പറഞ്ഞാലും ആ ബിസിനസ് സാമ്രാജ്യം ഒരിക്കലും തകരാതിരിക്കാവുന്ന രീതിയിൽ, എന്നാൽ ഈ മകനെ രക്ഷപ്പെടുത്താവുന്ന രീതിയിൽ, മകനും ഒരു പോറലും ഏൽക്കാത്ത രീതിയിൽ അവർ നല്ല ഒരു രീതിയിലുള്ള ഒരു പ്രൊഫഷണലൈസ് ആയിട്ടുള്ള മാനേജ്മെന്റ് സ്ട്രക്ചർ കൊണ്ടുവന്നു. അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പം നാളെ അദ്ദേഹത്തിന് മക്കളില്ലെന്നറിയാമല്ലോ. രത്തൻ ടാറ്റയ്ക്ക് മക്കളില്ല, പക്ഷേ രത്തൻ ടാറ്റയ്ക്ക് മക്കളില്ലെങ്കിലും ശരി, കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ലെങ്കിലും ശരി, ഈ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാമ്രാജ്യം അതിന് ഒരു പോറലും ഏൽക്കാത്ത രീതിയിലുള്ള പ്രൊഫഷണലിസമാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഓരോ ഹെഡുകളെ ടാറ്റ സ്റ്റീലിലായിക്കോട്ടെ, ടാറ്റ സൺസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിലായിക്കോട്ടെ, എല്ലാം അവിടെയും ഓരോരുത്തർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവർ ഉദ്ദേശിച്ചത്, ഇവിടെ യാതൊരു വിധമായ വ്യക്തിപ്രഭാവവുമില്ല, യാതൊരു വിധമായ റിലേഷൻഷിപ്പിൽ അവിടെ പ്രാധാന്യം റിലേഷൻഷിപ്പിലല്ല, പ്രാധാന്യം പ്രൊഫഷണലിസത്തിന് മാത്രമാണ് എന്നുള്ള രീതിയിൽ അതാണ് അവിടുത്തെ ടാറ്റ ഗ്രൂപ്പിന്റെ ട്രാൻസാക്ഷൻ്റെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. പ്രൊഫഷണൽ മാനേജ്മെന്റ് സ്ട്രക്ചർ മുൻപ് തന്നെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവരെത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും ആലോചിച്ച് നോക്കുക. അവർ കെട്ടിപ്പൊക്കിയ പല സ്ഥാപനങ്ങളും, ചോര നീരാക്കി കെട്ടിപ്പൊക്കിയ പല സ്ഥാപനങ്ങളും നെഹ്റു എന്ത് ചെയ്തു, ഇന്ത്യയുടെ കീഴിലാക്കി ഏറ്റെടുത്തു. എന്നിട്ടും അവർ തകർന്നോ? ഇല്ല. അവരുടെ മക്കൾ തകർന്നോ? ഇല്ല. അവർ ചെയ്ത് എന്താണ്, എല്ലാം പോകുന്ന വഴിക്ക് പോയാലും നമ്മൾ പ്രൊഫഷണലായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ അവർ വളരെ പ്രൊഫഷണലായിട്ട് നടത്തുന്ന രീതിയിലേക്ക് ആ ഗ്രൂപ്പിനെ കൊണ്ടുവന്നു. ഇനി അടുത്ത് ഗോഡ്രേജും അതേപോലെ തന്നെ. ഗോഡ്രേജും വളരെ പഴക്കമുള്ളതല്ലേ. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ രീതിയും ഇതെല്ലാം നിങ്ങൾക്കെല്ലാം പഠിക്കാനുള്ള പാഠങ്ങളുണ്ട്. അവർ ചെയ്തത് അടുത്ത ടീമിന്, ആദ്യ ഗോഡ്രേജ് ആയിക്കോട്ടെ, അതിനുശേഷം മോളായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും തന്നെ വളരെ സ്മൂത്തായിട്ട് ട്രാൻസാക്ഷൻ കുറച്ച് ഗ്രാജുവൽ ആയിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അതിനുവേണ്ടി കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരെ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ എല്ലാം സമയം കൊടുത്ത്, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത്, നിർദ്ദേശങ്ങൾ കൊടുത്ത്, അതിനുവേണ്ടി ഒരാളെ വെച്ച് ആ മെൻറ്ററിൻ്റെ സഹായത്തോടെ, ലോങ് ടേം മെൻറ്റർ അല്ല ഇന്ന് വന്നു ഒരു വർഷത്തെ കോൺട്രാക്ട് എടുത്തു തീർത്തിട്ട് പോവല്ല, ഒരു ലോങ് ടേം മെൻറ്ററേയും വെച്ച് ഇവർ അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ആയി അവർ സെറ്റിലായ ശേഷം മാത്രം വിട്ടുപോകുന്ന രീതിയിൽ ഒരു മെൻറ്ററെ വെച്ചു. ഓക്കെ, അങ്ങനെ അവർ ഗ്രാജുവൽ ആയിട്ടാണ് ആ റെസ്പോൺസിബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തത് ഗോഡ്രേജിനെ സംബന്ധിച്ചോളം. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്, അവർ ഒരു ഫാമിലി കൗൺസിൽ രൂപീകരിച്ചു. അവിടെ ഏട്ടനിയന്മാരെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, ഒരു ഫാമിലി കൗൺസിൽ രൂപീകരിച്ചു. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഫാമിലി കൗൺസിലിൽ ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും തീരുമാനമെടുക്കുക. അപ്പോൾ എന്തായി, ഫാമിലിയുള്ള മുഴുവൻ സപ്പോർട്ടും അവിടെ കിട്ടും. എന്ന് മാത്രമല്ല, ഫാമിലി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും തന്നെ പല ബിസിനസ്, അവരെല്ലാവരും ഒരുപാട് ബിസിനസ്സും ഒരുപാട് വിജയങ്ങളും പരാജയങ്ങളും എല്ലാം കണ്ടു വളർന്നവരല്ലേ. അപ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന ആ ഫീഡ്ബാക്കുകൾ ഒരിക്കലും മോശം പോകില്ല അല്ലേ. അപ്പോൾ ആ ഒരു ഫാമിലി
രൂപീകരിച്ച് ഫാമിലി കൗൺസിലിൻ്റെ മീറ്റിംഗ് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ആ ഒരു സ്ട്രക്ചർ, അതിനും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ആ ദിവസങ്ങളിൽ ഈ ഫാമിലി കൗൺസിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരണം. അതായത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാമിലി കൗൺസിൽ ഉണ്ടാക്കി അവർ ഈ ട്രാൻസിഷൻ വളരെ ഇപ്പം നോക്കി ഗോഡ്രേജ് എവിടെ എത്തി നോക്കൂ. ഗോഡ്രേജ് ഒരിക്കലും താഴത്തേക്ക് പോയില്ലല്ലോ. ഗോഡ്രേജിൻ്റെ വളർച്ച അടയ്ക്കുന്നത് താഴത്തെ, പക്ഷേ അവിടെ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ചെറിയതിന് ശേഷം അവർ വളർച്ച ഇപ്പോൾ നല്ല സ്പീഡിൽ നല്ല വേഗതയിൽ തന്നെ അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്തത് മഹേന്ദ്രയുടെ ലെസൺ, ആനന്ദ് മഹീന്ദ്ര തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ലെസൺ എന്ന് പറയുന്നത്. ഒന്ന് അടച്ചു നോക്കും. ആനന്ദ് മഹീന്ദ്ര ഇപ്പം എന്ത്, അദ്ദേഹം തന്നെ ഇപ്പോൾ റിട്ടയർമെൻറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയാണ്. നമ്മുടെ കൊച്ചോസേഫ് ചിറ്റലപ്പള്ളി സാറെ പോലെ എല്ലാം അദ്ദേഹം ലൈഫ് എൻജോയ് ചെയ്യാൻ, പക്ഷേ മക്കളെ എന്ത് ചെയ്തു, ആ ട്രാൻസിഷൻ അവിടെയും വളരെ സ്മൂത്താക്കി കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ മഹീന്ദ്ര ഗ്രൂപ്പിൽ എന്താണ് സംഭവിച്ചത്, കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയിലും നല്ല ട്രെയിനിങ്, അതായത് എല്ലാ ഏരിയയിലും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നടത്തിക്കൊണ്ട് പോകാമെന്നുള്ള നല്ല ട്രെയിനിങ് അടുത്ത തലമുറകൾക്കെല്ലാം തന്നെ കൈമാറി. അതായത് ഇന്ന് വന്നു നാളെ കസേരയിൽ കയറി ഇന്ന് ഞാൻ പ്രസിഡൻ്റായി എന്ന് പറയുന്ന പോലെയല്ല, അല്ലെങ്കിൽ ഞാൻ ഈ കമ്പനിയുടെ MD ആയി അല്ലെങ്കിൽ CEO ആയി എന്ന് പറയുന്നതല്ല. മോനെ നീ നല്ലോണം പണിയെടുക്കുക, എല്ലാവരുടെയും ട്രെയിനിങ് എടുക്കുക, നല്ലോണം കഷ്ടപ്പെടും. ആവശ്യമെങ്കിൽ ചിലപ്പോൾ മിഷീൻ്റെ അടിയിൽ വേറെ കിടന്ന് പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ മിഷൻ ഓപ്പറേറ്ററായിട്ട് വരെ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അസംബ്ലി വരെ ചെയ്തിട്ടുണ്ടാവണം. അതെല്ലാം ചെയ്യിപ്പിച്ച് പരിപൂർണമായി 916 ആയിട്ടുള്ള ഒരാളായ വ്യക്തിത്വമാക്കി മാറ്റിയെടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്നതും അവർക്ക് ട്രാൻസ്ഫർ ചെയ്തത് ബിസിനസ് ട്രാൻസ്ഫർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത എന്തായിരുന്നു, ഇവരുടെ മഹീന്ദ്ര ഗ്രൂപ്പാണ് നോക്കുന്നത്. വളരെ നേരത്തെ തന്നെ അവർക്കറിയാം അടുത്ത തലമുറയ്ക്ക് കൈമാറിയേ പറ്റൂ എന്നുള്ളത്. അത് കൈമാറണമെന്ന് തീരുമാനിച്ച കാര്യവുമാണ്. അപ്പോൾ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒരു സക്സഷൻ പ്ലാൻ, വ്യക്തമായ സക്സഷൻ പ്ലാൻ, അതിൽ എക്സിറ്റ് പോളിസി അടക്കം. എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്ന ബിസിനസ്സിൽ എന്തെങ്കിലും ഭാവിയിൽ ശക്തമായത് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത്, എന്ത് ബിസിനസ്സിലേക്കാണ് കടക്കേണ്ടതുള്ള ഏത് രീതിയിലാണ് ഇതിൽ നിന്നും എക്സിറ്റ് ചെയ്ത് പൈസ എടുത്തിട്ട് വേറെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്ത് വളരെ ഡോക്യുമെൻ്റ് ചെയ്ത് ഫുൾ പ്രൂഫാക്കി അതിൽ വരാനുള്ള കാര്യങ്ങളുടെ എല്ലാത്തിനും ചിത്രമുണ്ടാക്കി എന്നിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ട്രാൻസിഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായി, യാതൊരു വിധമായ അംബിക്വിറ്റിയും അവിടെ ഉണ്ടാവില്ല. അംബിക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, AMBIQUITY ഒന്ന് അടിച്ചു നോക്കും, ഗൂഗിൾ ആണ്ടവർ പറഞ്ഞുതരും. ഒരു വിധമായ ആംബിക്വിറ്റിയും ഇല്ലാതെ അവർ അടുത്ത തലമുറയെ വാർത്തെടുത്തു, നല്ല കൈകളിൽ അർപ്പിച്ചു. ആനന്ദ് മഹീന്ദ്ര നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി. ഇപ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു. ഇദ്ദേഹം നല്ല രീതിയിലും അദ്ദേഹം ചെയ്തിരിക്കുന്നു, നല്ല പ്രൊഫഷണലിസം അവിടെയും കൊണ്ടുവന്നിരിക്കുന്നു. ഇതെല്ലാം കൂടാതെ അഡീഷണൽ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് അറിയാമോ, അഡീഷണൽ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതിന്, ഫാമിലി ബിസിനസ് ട്രാൻസ്ഫോർമേഷന് നെക്സ്റ്റ് ജനറേഷനെ കൊണ്ടുള്ള പ്രധാനപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റ്, ഏറ്റവും ആദ്യത്തത് ഒരു വാല്യൂ സിസ്റ്റം കൊണ്ടുവരാം. എന്താണ്, അതായത് ഞാൻ ഇന്നൊന്ന് പറയും നാളെ വേറൊന്ന് ചെയ്യും, അല്ലെങ്കിൽ എനിക്കെൻ്റെ ഇഷ്ടത്തിന് മനോധർമ്മത്തിന് അല്ലെങ്കിൽ മനസ്സിന് ഇണങ്ങുന്ന പോലെ ഞാൻ ഓരോ തീരുമാനമെടുക്കും. അങ്ങനെയുള്ള ഒരാൾ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ വാല്യൂ എന്ന് പറയുന്ന സംഭവം 1% പോലും ഉണ്ടാവില്ല. ഇവരെല്ലാവരും ചെയ്തത് ഈ തലമുറ കൈമാറ്റം നടന്നപ്പോഴും യാതൊരു കോട്ടവും തട്ടാതെ ഈ കമ്പനികളെല്ലാം നിന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ തളർന്നു പോയിട്ടുള്ള കമ്പനികളിലെല്ലാം സംഭവിച്ചതും ഇവർക്കൊന്നും സംഭവിക്കാത്തതുമായിട്ടുള്ള ഒന്നെന്താണെന്ന് അറിയാമോ, ഇവർ വാല്യൂ സിസ്റ്റത്തെ ഒരു കാരണവശാലും കൈവിട്ടില്ല. വാല്യൂ സിസ്റ്റത്തെ കൈപിടിച്ചുകൊണ്ട് തന്നെ അവർ അടുത്ത തലമുറയ്ക്ക് കൈമാറി. നമ്മൾ ഇതൊന്നും ടാറ്റയൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല അല്ലേ, എന്താണ് വാല്യൂ സിസ്റ്റം എന്ന് അവിടെയുള്ള ഓരോരുത്തർക്കും ഓരോ തലമുറയിലെ ഓരോരുത്തർക്കും വാല്യൂ സിസ്റ്റം എന്താണെന്ന് അറിയാം. മഹീന്ദ്ര എടുത്തു കഴിഞ്ഞാൽ മഹീന്ദ്രയ്ക്ക്, ആനന്ദ് മഹീന്ദ്രയ്ക്ക് അടക്കം എന്താണ് വാല്യൂ സിസ്റ്റം, എന്താണ് സ്നേഹം, എന്താണ് മമത എന്നുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം ഈ വാല്യൂ സിസ്റ്റം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ സന്തോഷമാണ് മുഖ്യം, അതൊന്നും അവിടെ ഇല്ല. അവിടെ ഒരു കോമൺ കോസാണ്. ഈ ഒരു മഹത്തായ ഒരു കോസിന് വേണ്ടിയിട്ട് സ്വന്തം സന്തോഷം പോലും ത്യാഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് മറ്റുള്ളവരെയും മുന്നിൽ കൊണ്ടുവന്ന് അങ്ങനെ സ്വയം മുന്നോട്ട് പോയിക്കൊണ്ട് എങ്ങനെ ഒരു ഗ്രേറ്റ്നെസ്സിലേക്ക് എത്താമെന്നുള്ള കാര്യങ്ങൾ വാല്യൂ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് അവരുടെ വിഷനും മിഷനും എല്ലാ കാര്യങ്ങളും അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്.
ഒരു ചൊല്ലുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ. ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നല്ല പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്ലാൻ, നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാൻ എല്ലാവരും തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു. അവരിപ്പോൾ റീസെൻ്റായിട്ട് മെൻ്റർ ചെയ്യുന്ന ഫാമിലി ബിസിനസ് ഞങ്ങൾ ചെയ്തൊരു കാര്യം, എല്ലാ ദിവസവും അവർ ഇതുവരെ മീറ്റിംഗ് ഒന്ന് എങ്ങനെയാണ് മീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരേതെങ്കിലും കല്യാണത്തിനെല്ലാം കാണുമ്പോൾ ആയിട്ട് അനിയന്മാർ സംസാരിക്കുക. അതൊന്നും അല്ലാതെ എല്ലാ ദിവസവും ഇത്ര മണിക്ക്, അതും ഇത്ര മണിക്കൂർ മാത്രം, അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ മാത്രം മീറ്റ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനമെടുത്തു. സംസാരിക്കാനുള്ളത് എല്ലാവരും മീറ്റ് ചെയ്യണം, എല്ലാവരും വരണം. അതുകൂടാ ഇല്ല വരുന്നില്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ എല്ലാവരും ഓൺലൈനിലൂടെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യണം വിത്ത് ടിക്ക് മാർക്കോട് കൂടിയിട്ട് എന്തൊക്കെ പോയിന്റ് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, കാർഡ് കയറി പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. ഓരോ ആഴ്ചയും ഈ ഫാമിലി മെമ്പറിൽ ഒരാളായിരിക്കും ആ മീറ്റിംഗ് ചെയർ ചെയ്യുക. ഈ ആഴ്ച ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച മറ്റേ ആളായിരിക്കും, അടുത്ത ആഴ്ച മറ്റേ ചെറിയച്ചനായിരിക്കും. അങ്ങനെ ഇവിടെ വലിപ്പച്ചെറുപ്പമല്ല, ചെയർ ചെയ്യുന്ന ആളുടെ ജോലി എന്താണ്? എവിടെയെങ്കിലും മീറ്റിംഗ് വഴിതെറ്റി വേറെ കാർഡ് കയറി പോകുന്നുണ്ടെങ്കിൽ അലോ വരൂ അങ്ങോട്ട് പോലെ ഇത് നോക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞെടുക്കുക. അപ്പോൾ ആ നല്ല കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഫാമിലി ബിസിനസ് അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ വരുന്ന വലിയൊരു പ്രശ്നം, 25, 30, 35 കൊല്ലം ഈ കമ്പനിക്ക് വേണ്ടി മാട് പോലെ ജോലി ചെയ്ത, ഓക്കെ, അത്രയും അധികം ചോര നീരാക്കി ജോലി ചെയ്ത ആള് ഈ പുതിയതായിട്ട് തലമുറയിൽ നിന്ന് വരുന്ന ആൾ എന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത ദിവസം തന്നെ ഇയാളെന്ന് എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പുറത്തേക്കൊന്ന് ആലോചിച്ച് നോക്കും. എന്ത് വലിയൊരു ദുരന്തമായിരിക്കും അത്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യുന്നതിന് പകരം അവരെ കോൺഫിഡൻസിൽ എടുക്കുക. അവർ പറയുകയാണ്, ഇല്ല എന്നെ കൊണ്ട് കഴിയും, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ട് ഇതുമായി യോജിച്ച് പോകാൻ പറ്റുന്നില്ല, അവർക്ക് ഇതുമായി അലൈനായി പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഇത്രയും വർഷം നിന്ന് ഇത്രയും ഈ കമ്പനി ഈ രീതിയിൽ എത്തിക്കാൻ ശ്രമിച്ചാൽ അവരെ ഒരിക്കലും താഴ്ത്തി പറയാതെ, അല്ലെങ്കിൽ അവരെ ചവറ്റുകുട്ടിയിൽ ഇടാതെ, അല്ലെങ്കിൽ നമ്മൾ പാലക്കാട് ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇറക്കത്തിൽ വിടാന്ന് പറയും, അങ്ങനെയൊന്നും വിടാതെ അവരെ അറ്റ്ലീസ്റ്റ് ഒരു അഡ്വൈസർ എന്നുള്ള ഒരു പോസ്റ്റെങ്കിലും കൊടുത്ത് അവരെ ഒരു സ്ഥാനത്ത് ഉയർത്തി വെക്കുക. ഒരു അഡ്വൈസർ എന്നുള്ള ഒരു സ്ഥാനം കൊടുത്തെങ്കിലും അവരെ വെക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? ജീവനക്കാർക്ക് എല്ലാവർക്കും തോന്നും ഈ സ്ഥാപനം നമ്മളെ ഒരിക്കലും കൈവിടില്ല, അടുത്ത തലമുറ വന്നാലും അവർ ഒരിക്കലും നമ്മളെ പുറന്തള്ളില്ല, അവരൊരിക്കലും നമ്മളെ തള്ളിപ്പറയില്ല എന്നുള്ള ചിന്ത വരും. അങ്ങനെ ചിന്ത വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ജീവനക്കാർക്ക് നമ്മുടെ സ്ഥാപനത്തോടുള്ള സ്നേഹം വർദ്ധിക്കും. അവർ വിചാരിക്കും എൻ്റെയും കൂടി സ്ഥാപനമാണ് എന്ന് അവർ വിചാരിക്കാൻ തുടങ്ങും. അങ്ങനെ വിചാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളരെ നല്ലതല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫാമിലി ബിസിനസ്സിനെ വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ താഴെ ലിങ്കിൽ, ഓക്കെ, കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ചെക്ക് ലിസ്റ്റ് ഓരോന്നായി കൂലംകുഷമായി ചിന്തിച്ച് കാര്യമായി ഒന്ന് ആലോചിച്ച്, ആവശ്യമെങ്കിൽ നിങ്ങളെ കൂടുതൽ ഏട്ടനോ അനിയനോ ആരാന്ന് വെച്ചാൽ അവരോടെല്ലാം ഇരുന്ന് ഒന്ന് ആലോചിച്ച് അതെല്ലാം ഒന്ന് സത്യസന്ധമായി ടിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മുടെ പെട്ടെന്ന് കുറച്ച് നേരം സംസാരിക്കാനുള്ള ഒരു ഫോൺ അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ബിസിനസ് ട്രാൻസാക്ഷന് വളരെ ഉപകരിക്കുമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ കുറച്ച് ഫാമിലീസിൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻ ഞാൻ നേരിട്ട് എന്നെ പങ്കുപറ്റിയ ഒരാളായതുകൊണ്ട്, നേരിട്ട് അതിൽ ഭാഗഭാക്കാവാൻ പറ്റിയ ഒരാളായതുകൊണ്ട് നിങ്ങളുടെ ഈ പെയിൻ പോയിന്റ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. സോ തീർച്ചയായും കാണുക. പറഞ്ഞ പോലെ തന്നെ ലിങ്കിലൂടെ ചെക്ക് ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബിസിനസ് നല്ല സ്മൂത്തായി അടുത്ത തലമുറയ്ക്ക് കൈമാറുക. വലിയ 50, 60, 70, 100 കൊല്ലം നടത്തുക എന്നത് ചെറിയ കാര്യമല്ല. 10 കൊല്ലത്തിനുമുള്ള ഒരു ബിസിനസ്, 8 കൊല്ലത്തിനുമുള്ള ഒരു ബിസിനസ് നടത്തുക എന്ന് വെച്ചാൽ തന്നെ അത് വലിയ സംഭവമാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇത്രയും കൊല്ലം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സംഭവമാണ്. അത് നിങ്ങളുടെ മക്കളും മനസ്സിലാക്കണം. അവർ അതിനെ അടുത്ത തലത്തിലേക്ക് ഡിജിറ്റലി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും കഴിയും. സോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ എനിക്ക് വോയിസ് ആയിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.
മാക്സിമം ഇത് നല്ല പൂർണ്ണമായും ശ്രദ്ധ കൊടുത്ത് ഈ വീഡിയോ കണ്ട് ആവശ്യമാണെങ്കിൽ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. കല്യാൺജി സൈനിങ് ഓഫ്.